സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും നടന്നത്. ചൊവ്വാഴ്ച പുലർച്ചെയോടെ 4 തവണകളിലായി നടന്ന ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. എന്നാൽ ഇതാദ്യമായല്ല വയനാട്ടിൽ ഉരുൾപൊട്ടലും മറ്റ് പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാകുന്നത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ മാത്രമായി നടന്ന പ്രകൃതി ദുരന്തങ്ങളുടെ കണക്കുകൾ നോക്കിയാൽ മറ്റേത് ജില്ലകളെക്കാളും മുന്നിലാണ് വയനാട്. കനത്ത മഴയെ തുടർന്ന് വയനാട്ടിലുടനീളം ഒന്നിലധികം ഉരുൾപൊട്ടലാണ് 2017 മാത്രം നടന്നത്. 2018 കേരളത്തിലുണ്ടായ രൂക്ഷമായ വെള്ളപ്പൊക്കം മൂലം വയനാട്ടിൽ പലയിടങ്ങളിലായി ഉരുൾപൊട്ടലുണ്ടാവുകയും ആയിരക്കണക്കിന് ദീർഘകാല പുനരധിവാസ പദ്ധതികൾ ഉൾപ്പെടെയുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായും വന്നു. നാടിനെ നടുക്കി പുതുമലയിലെ കവളപ്പാറയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ആയിരക്കണക്കിന് മനുഷ്യരാണ് 2019 ദുരന്തമനുഭവിക്കേണ്ടി വന്നത്. കഴിഞ്ഞ വർഷവും ഉരുൾപൊട്ടൽ മൂലം വ്യാപക നഷ്ടങ്ങളാണ് നേരിടേണ്ടി വന്നത്. എന്താണ് അടിക്കടിയുള്ള ദുരന്തങ്ങളുടെ പ്രധാന കാരണം? വയനാട് വാസയോഗ്യമല്ലാത്തതോ അതോ സർക്കാരിന്റെ അനാസ്ഥയോ? സമുദ്രനിരപ്പിൽ നിന്നും 700 മുതൽ 2100 വരെ ഉയരത്തിൽ വടക്കു കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പീഠഭൂമിയാണ് വയനാട്. കേരളത്തിലെ പ്രധാന ടൂറിസം മേഖലകളും വയനാടിൽ ഉൾപ്പെടുന്നു. സ്വതവേ ദുർബല ഭൂപ്രകൃതിയാണ് വയനാടിൻ്റേത്. ഈ ഭൂപ്രകൃതി സ്വാഭാവികമായും മണ്ണിടിച്ചിലിന് വിധേയമാണ്. മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നത് ബ്ലാക്ക് ലാറ്ററൈറ്റ് എന്ന് വിളിക്കുന്ന മണ്ണാണ്. കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഈ മണ്ണിലേക്ക് വെള്ളം പെട്ടെന്ന് ആഗീകരണം ചെയ്യപ്പെടുകയും പുറന്തള്ളുകയും ചെയ്യുന്നു. വാസയോഗ്യമല്ലാത്ത ഈ പ്രദേശങ്ങളിൽ കുറച്ചു നാളുകൾക്ക് മുൻപാണ് കുടിയേറ്റത്തിന്റെ ഭാഗമായി ആളുകൾ എത്തുന്നത്. കാടുവെട്ടിത്തെളിച്ച തേയിലത്തോട്ടങ്ങളാക്കിയ പ്രദേശം കൂടിയാണിത്. സ്വതവേ ഈ സ്ഥലങ്ങളിലെ മണ്ണ് ദുർബലമായതിനാൽ കനത്ത മഴയിൽ നനഞ്ഞു കുതിർന്ന മണ്ണ് ഉരുൾപൊട്ടലിന് കാരണമാകുന്നു. കൂടാതെ റോഡുകളും കെട്ടിടങ്ങളും പോലെയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി ഭൂമിയുടെ സ്വാഭാവികമായുള്ള ഡ്രെയിനേജ് സംവിധാനങ്ങളും മാറ്റം വരുന്നു. ഇത് മണ്ണിടിച്ചിലിന് പ്രധാന കാരണമാണ്. കാലാവസ്ഥ വ്യതിയാനവും അതിനെ തുടർന്നുള്ള തീവ്രവും ക്രമരഹിതവുമായ മഴയുടെ പാറ്റേണുകളും മണ്ണിടിച്ചിലിന്റെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. സർക്കാരിന്റെ അപര്യാപ്തമായ ഭൂവിനിയോഗ ആസൂത്രണം മറ്റൊരു ഘടകമാണ്. എന്നാൽ ഈ വ്യത്യസ്തമായ ഭൂപ്രകൃതിയും അതേ തുടർന്നുള്ള പരിണിത ഫലങ്ങളും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സൗകര്യപൂർവ്വം അവഗണിച്ചതാണെന്ന് പറയാതിരിക്കാനാവില്ല. മാധവ് ഗാഡ്ഗിലിന്റെ നേതൃത്വത്തിലുള്ള പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി 2011 ഓഗസ്റ്റിൽ കേന്ദ്രത്തിനു മുമ്പാകെ സമർപ്പിച്ച റിപ്പോർട്ടിൽ മേപ്പാടി പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി പരാമർശിച്ചിരുന്നു. വൈത്തിരി താലൂക്കിലെ മേപ്പാടി ഉൾപ്പെടുന്ന സ്ഥലങ്ങളാണ് ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ, ചൂരൽമല എന്നിവ. പാനൽ കണ്ടെത്തിയ കേരളത്തിലെ 18 പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു മേപ്പാടി. എന്നാൽ നിർദ്ദിഷ്ട നിയന്ത്രണങ്ങൾ വികസനത്തെ ബാധിക്കുമെന്നും തദ്ദേശവാസികളുടെ ഉപജീവനത്തെ തടസ്സപ്പെടുത്തുമെന്നാരോപിച്ചും ഖനനം, നിർമ്മാണം, മറ്റു പ്രവർത്തനങ്ങൾ എന്നിവയുടെ കർശനമായ നിയന്ത്രണങ്ങളെ എതിർത്തുകൊണ്ടും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഗാഡ്ഗിൽ റിപ്പോർട്ട് തള്ളിക്കളയുകയായിരുന്നു. സർക്കാരിന്റെ ആ അനാസ്ഥ വഴിവെച്ചത് അടിക്കടിയുള്ള ദുരന്തത്തിലേക്കാണ്. പ്രകൃതി ദുരന്തങ്ങളോടുള്ള സർക്കാരിന്റെ നിസ്സംഗ മനോഭാവം ഇനിയും ദുരന്തങ്ങളെ വിളിച്ചു വരുത്തുമെന്നത് തീർച്ചയാണ്. പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള വികസനങ്ങൾ വേണ്ടെന്ന് തീരുമാനിക്കുകയും വേണ്ട മുൻകരുതലുകളും പരിഹാരങ്ങളും നടത്തുവാനും മേലധികാരികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.